ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നവർക്കും ഇന്ന് സ്റ്റോൺ വരും. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം, നമുക്ക് തെറ്റുന്നത് എവിടെയാണ്? യൂറിൻ സ്റ്റോൺ വന്നാൽ എന്ത് നടക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യൂറിനിൽ സ്റ്റോൺ, താങ്ങാനാവാത്ത പെയിൻ, ചിലപ്പോൾ കിഡ്നി ഡാമേജ് വരെ. ഈ കാര്യം ഞാനൊരു ഡോക്ടറിൽ നിന്ന് കേട്ടതാണ്. ഉടുപ്പിയിലും തിരിച്ചു വരുമ്പോൾ എൻ്റെ കോ പാസഞ്ചർ ഒരു സീനിയർ യൂറോളജിസ്റ്റ് ആയിരുന്നു, ഡോക്ടർ ഫെലിക്സ്. ട്രിവാൻഡ്രമാണ് സ്വദേശം. വർഷങ്ങളോളം സർക്കാർ സർവീസിൽ, ഇപ്പോൾ കോഴിക്കോടിൽ പ്രാക്ടീസ് ചെയ്യുന്നു. സ്റ്റോൺ പേഷ്യൻസ് ആയിരങ്ങൾ. ഞാൻ ചോദിച്ചു, ഡോക്ടർ, ഇന്ന് സ്റ്റോൺ ഇത്രയും കൂടാൻ കാരണം എന്താ? അദ്ദേഹം ലെക്ചറൊന്നും തന്നില്ല. 3 വാക്കുകൾ, ഒറ്റ സെന്റൻസ് മാത്രം പറഞ്ഞു. യൂറിൻ ഫ്ലോ കുറവാണ്, അതായത് യൂറിൻ പോകുന്ന കുറവാണ്. അതിനുശേഷം പറഞ്ഞു, ഒരു ഹെൽത്തി അഡൽട്ട് ദിവസം കുറഞ്ഞത് 2 മുതൽ 2.5 ലിറ്റർ വരെ യൂറിൻ പാസ് ചെയ്യും. സത്യമായി പറയാം, വെള്ളം കുടിക്കുന്നതല്ല യൂറിൻ വരുന്നതാണ് പ്രധാനമെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് അപ്പോഴാണ്. നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മളിൽ എത്ര പേർ യൂറോളജിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട് ദിവസം എത്ര വെള്ളം കുടിക്കണം? ഐ തിങ്ക് ആൾമോസ്റ്റ് ആരുമില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അഡ്വൈസ്, ഫോർവേഡ്സ്, കേട്ട മിത്തുകൾ. യൂറോളജിസ്റ്റിനെ കാണുന്നത് എപ്പോൾ? സ്റ്റോൺ വന്ന് പെയിൻ അൺബെയറബിൾ ആയപ്പോൾ മറ്റ് ഡോക്ടർമാരെ പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞ്, അതായത് പ്രശ്നം തുടങ്ങിയ ശേഷം മാത്രം സ്പെഷ്യലിസ്റ്റിനെ കാണും. നമ്മൾ ചോദിക്കുന്നത് എത്ര വെള്ളം കുടിച്ചു, പക്ഷെ ചോദിക്കാത്തത് എത്ര യൂറിൻ പുറത്തുപോയി. കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ യൂറിനായി പുറത്തു വരില്ല. അത് ശരീരം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. ചൂട് നിയന്ത്രിക്കാൻ, ദഹനത്തിന്, ശ്വസനത്തിന്, മറ്റ് ശരീരപ്രവർത്തനങ്ങൾക്ക്. അതുകൊണ്ട് വെള്ളം കുടിച്ചാലും യൂറിൻ ഫ്ലോ കുറയും. അവിടെയാണ് സ്റ്റോൺ തുടങ്ങുന്നത്. യൂറിൻ കുറയുമ്പോൾ കിഡ്നിയിലെ ചെറിയ കുഴലുകളിൽ മിനറൽസ് അടിഞ്ഞുകൂടും. ആദ്യം ടിനി ക്രിസ്റ്റൽസ്, പിന്നെ അവ സെറ്റിൽ ചെയ്യും, പിന്നെ കൂടുതൽ ക്രിസ്റ്റൽസ് ജോയിൻ ചെയ്ത് വലുതാകും. അതാണ് സ്റ്റോൺ. പെയിൻ പിന്നെയാണ് വരുന്നത്. 8 ഗ്ലാസ് വെള്ളം 2 ലിറ്റർ പോലും വരില്ല. പക്ഷേ ഹെൽത്തി യൂറിൻ ഔട്ട്പുട്ട് 2 മുതൽ 2.5 ലിറ്റർ ആകും. ശരീരപ്രവർത്തനങ്ങൾക്കുള്ള വെള്ളം കഴിഞ്ഞിട്ട്. ശരീരപ്രവർത്തനങ്ങളോ, അത് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഒരാൾക്ക് കൂടുതൽ വിയർപ്പ്, മറ്റൊരാൾക്ക് കുറവ്, ഒരാൾ ആക്റ്റീവ്, മറ്റൊരാൾ സെഡൻഡറി. അതിനാൽ ഇൻടേക്ക് ഒരേപോലെ ആയാലും യൂറിൻ ഔട്ട്പുട്ട് സെയിം ആവില്ല. അതിനാലാണ് 8 ഗ്ലാസ് റൂൾ സേഫ് എന്ന് പറയാൻ പറ്റാത്തത്. അപ്പോൾ ചോദ്യം, 2 ലിറ്റർ ഇൻടേക്ക് കൊണ്ട് 2 ലിറ്റർ ഔട്ട്പുട്ട് എങ്ങനെ? ഇമ്പോസിബിൾ. കാരണം ശരീരം വെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം കുടിച്ചവർക്കും സ്റ്റോൺ വരാം. ഒരു ഹെൽത്തി അഡൽട്ടിന് മോഡറേറ്റ് മൂത്രശങ്ക വന്നാൽ ഒരു സമയം ഏകദേശം 300 തൊട്ട് 400 ml യൂറിൻ ഉണ്ടാകും. ദിവസം ഒരു 7 തൊട്ട് 9 തവണ വരെ അത് പുറത്തു പോയാൽ ആൾമോസ്റ്റ് 2 to 2.5 ലിറ്റർ വന്നേക്കും. പക്ഷേ ബെല്ലി പ്രഷർ, വീക്ക് ബ്ലാഡർ, യൂറിൻ ഹോൾഡ് ഹാബിറ്റ്, ഏർലി ക്രിസ്റ്റൽസ് ഇവ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് കുറയും. കൃത്യമായി സ്വയം മോണിറ്റർ ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഡോക്ടർ അഡ്വൈസ് പ്രകാരം യൂറിൻ മെഷർ ചെയ്യുന്നതാണ് ശരിയായ മാർഗം. കൂടാതെ വിമാനയാത്ര, AC റൂമിലെ ജോലിയും താമസവും ഒക്കെ നിശബ്ദമായ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കി സെറ്റ് ഫീൽ തോന്നാതെ, വിയർപ്പ് നമുക്കുണ്ടാകുന്നതും തോന്നാതെയും മോയ്സ്ചർ ലോസ് നടത്തിയേക്കാം. അപ്പോൾ ശരീരത്തിൽ വാട്ടർ കുറയും, യൂറിൻ കുറയും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടും, ക്രിസ്റ്റൽ ഫോർമേഷൻ സാവധാനം തുടങ്ങും. യൂറിൻ ഡൈല്യൂട്ട് ആണെങ്കിൽ മിനറൽസ് ഫ്ലഷ് ഔട്ട് ആകും. കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ പാർട്ടിക്കിൾ സ്റ്റിക്ക് ചെയ്യും. സാൾട്ട് ഡ്രൈയിങ് പോലെ, നമ്മൾ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് നമ്മൾ ചൂടാക്കിയാൽ എങ്ങനെയാണോ ഈ സാൾട്ട് അതിൻ്റെ ചിറ്റകയൊക്കെ പിടിക്കുന്നത്, അതേപോലെ തന്നെ ഒരിക്കൽ ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടാൻ തുടങ്ങിയാൽ അതിൽ കൂടുതൽ ക്രിസ്റ്റൽസ് ജോയിൻ ചെയ്യും, സ്റ്റോൺ ഗ്രോ ചെയ്യും. ഇനി ചോദിക്കേണ്ടത് എത്ര വെള്ളം കുടിച്ചു അല്ല, എത്ര യൂറിൻ പുറത്തുപോയി എന്നാണ്. നിങ്ങളുടെ വെള്ളം കുടി നിങ്ങൾ ഡിസൈൻ ചെയ്യുക, നിങ്ങളുടെ ജീവിതശൈലി അനുസരിച്ച്. കാരണം സ്റ്റോൺ ഒരു ദിവസം കൊണ്ടല്ല ഉണ്ടാകുന്നത്. യൂറിൻ കുറയുമ്പോൾ സൈലൻ്റായി ഡെവലപ്പ് ചെയ്യും. ഓർമ്മിക്കുക, വെള്ളം ദാഹം തീർക്കാൻ മാത്രമല്ല, യൂറിൻ ഫ്ലോ നിലനിർത്താൻ, ആ സിസ്റ്റം വൃത്തിയായിരിക്കാൻ വെള്ളം കുടിക്കണം. കിഡ്നീസ് നിലവിളിക്കില്ല, അവ സാവധാനം നിലയ്ക്കും. അപ്പോൾ നമ്മൾ നിലവിളിച്ചു പോകും. ജലം ദാഹത്തിന് മാത്രമല്ല, ആരോഗ്യമുള്ള ജീവിതത്തിന്.